പ്രതീക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളെല്ലാം ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്കൊത്തും നല്ല കാര്യങ്ങളെല്ലാം നടന്നത് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ അത്ര തൃപ്തനല്ല എന്ന് തന്നെയാണോ? അല്ലല്ല, ഈ പ്രവർത്തികളെല്ലാം തൃപ്തനാണ്. ഞങ്ങൾ ഫാമിലി ഞാനും ഫാമിലി എല്ലാവരും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തൃപ്തനാണ്. ആദ്യം നമ്മൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ടും പിന്നീട് അത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം, ഇപ്പം പൂർണ്ണ തൃപ്തം തന്നെയാണ്. ഈ ഒരു വേഗത ആദ്യം ഉണ്ടാവണമെന്നാണോ നിങ്ങൾ വേണ്ടിയിരുന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലേക്കൊന്നും നമ്മളിനി കടക്കേണ്ടെന്നാണ്. പക്ഷേ കാർവാർ MLA ഇന്ന് പറയുന്നുണ്ട് ആദ്യത്തെ 6 ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കരയിൽ നോക്കിയെന്ന് പറയുന്നത്. ആ സമയത്ത് പക്ഷേ പുഴയിൽ നടത്തിയിരുന്നെങ്കിൽ 6 ദിവസം ക്യാബിനുള്ളിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബെൻസ് കമ്പനി പറയുന്നുണ്ടെന്ന് പറയുന്നു. ചെറിയ കുറ്റപ്പെടുത്തലുണ്ട്. ഇല്ല, ഞങ്ങളോട് ആരും പറഞ്ഞു. കാരണം ആദ്യത്തെ 2 ദിവസം ഞങ്ങളിവിടെ ആരും ഈ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയോ ആരെയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 4ാമത്തെ ദിവസമാണ് നമ്മൾ ഈ MLA കാണുന്നത് തന്നെ, സാറിനെ കാണുന്നത് തന്നെ. അതിനുശേഷം നമ്മുടെ ആശങ്ക പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആധികാരിക ഉറപ്പുവരുത്തത്തിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു. അവർക്ക് അപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരികമുള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും ഈ കരയിൽ നടത്താനുള്ള പരിശോധന എൻറ്റയർലി മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മലയാളി രക്ഷാദൗത്യ സംഘങ്ങളുടെയും മനാഫിൻ്റെ തീരുമാനം മാത്രമാണ് എന്നാണ് പറയാതെ പറയുന്നത് കാർവാർ MLA. അത് ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു പുഴയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിങ് ചെയ്തിട്ടില്ല. പിന്നെ നേവിയുടെയും NDRFൻ്റെയും അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാന്ന് പ്രാഥമിക ചെക്കിങ്ങിൽ പുഴയിലില്ലാന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത്. ആദ്യം പറഞ്ഞത് പുഴയില്ല എന്ന് തന്നെയാണ്. അതെ, നേവിയുടെ തെരച്ചിലും NDRFൻ്റെ തെരച്ചിലും പുഴയിലും അവർക്ക് അങ്ങനെയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് എന്നുള്ള സംശയം വെച്ചത്. ഇപ്പോൾ ജവാൻ സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോഡിയിൽ ഇത് പാർട്ട് ചെയ്തിട്ടില്ല, ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക, അത് ബ്ലോക്കായി തന്നെ കിടക്കുന്നുണ്ടാവും എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവിടേക്ക് വേഗത്തിലെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഇനിയിപ്പം നമ്മൾ അവരെ മാനിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ജിതിനാണ് പറഞ്ഞത്. ജിതിനോട് നമുക്ക് ജിതിൻ നേരത്തെ പറഞ്ഞതിനപ്പുറത്ത് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നതിലൊന്നും കഥയില്ല. പക്ഷേ വലിയൊരളവ് ഉദ്ദേശിച്ച വിധത്തിൽ തുടക്കത്തിൽ നടന്നില്ല എന്ന കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്.